ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അവർക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നോക്കാം. എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നത് മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അവർ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരണം, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരാനാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം. അവർക്ക് നിങ്ങളിലേക്ക് വരാനാണ് അവർ ആഗ്രഹിക്കുന്നതും അത് പറയാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാനൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ അത് ശരിയായി എന്നുവെച്ചാൽ ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് അതൊക്കെ മാറ്റിവെച്ച് അവർക്ക് നിങ്ങളിലേക്ക് വരണം. നിങ്ങളുടെ അടുത്ത് ഭയങ്കര അഡിക്ഷനാണ് നിങ്ങളുടെ വ്യക്തിക്ക് എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ കാണുന്നുണ്ട്. ഒരു നീണ്ട ഒരു സെപ്പറേഷനായിട്ടാണ് കാണുന്നത് കേട്ടോ. ചെറിയൊരു പിണക്കം പോലെയല്ല ഇവിടെ ഫീൽ ചെയ്യുന്നത്, നീണ്ട സെപ്പറേഷനാണ്. ആ സെപ്പറേഷനോട് ഒടുവിൽ നിങ്ങളിലേക്ക് ഈ വ്യക്തിയുടെ ഒരു മനസ്സെന്ന് പറയുന്നത് ഇപ്പോൾ അവർ ഈ ഒരു സമയത്ത് റീബർത്താണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ കണക്ഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. നോ കോണ്ടാക്റ്റ് ആയിട്ട് തുടർന്ന് പോകാൻ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ഇത് കുറച്ച് മാസങ്ങളായതുപോലെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. കുറച്ച് മാസങ്ങളായിട്ടുള്ള ഒരു നോ കോണ്ടാക്റ്റ് ആയിട്ടാണ് കാണുന്നത്. ഇവിടെ നിങ്ങളെ നല്ല രീതിയിൽ ആൾ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളെ പല സ്ഥലങ്ങളിൽ അന്വേഷിക്കുന്നുണ്ട്, പലര് വഴി അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ ഇൻസ്റ്റാഗ്രാം വഴി, സോഷ്യൽ മീഡിയ വഴി ഒക്കെ ആൾ അന്വേഷിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ സെപ്പറേഷൻ നിങ്ങളുടെ വ്യക്തിയെ വല്ലാതെ ഈ ഒരു സമയത്ത് ആൾക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ്സിങ് ഫീല് വരുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക്. അതുപോലെ നിങ്ങളുടെ ഓർമ്മകൾ ആളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അലട്ടുന്നുണ്ട്. എന്നുവെച്ചാൽ നിങ്ങളുടെ ഓർമ്മകൾ കൊണ്ട് ആൾക്കിങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല. പഴയതൊക്കെ ആളിങ്ങനെ ഓർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴൊക്കെ ആൾക്ക് ഇതൊരു മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഈ സെപ്പറേഷൻ ആൾക്ക് ഇതിൽ തരണം ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് കാണുന്നത്. അൺകണ്ടീഷണൽ ലവ് ആണ് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത്. അത്രത്തോളം ലവ് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഈ വ്യക്തിക്ക് ഈ ഒരു സെപ്പറേഷൻ ആദ്യമൊന്നും ഇത്രത്തോളം കരുതിയിട്ടുണ്ടാവില്ല. ചില സാഹചര്യത്തിൽ നിങ്ങളുമായിട്ട് പിരിയുന്ന സമയത്തായിരിക്കാം കൂടുതൽ നിങ്ങളോടുള്ള സ്നേഹം ഇപ്പോൾ കൂടി വരുന്നത് ഇപ്പോഴേ ആയിരിക്കാം. ഇപ്പോൾ ശരിക്കും നിങ്ങളുടെ വ്യക്തിക്ക് അൺകണ്ടീഷണലായിട്ടാണ് അവർ നിങ്ങളെ സ്നേഹിക്കുന്നത്. നിങ്ങളുള്ളപ്പോൾ പോലും ഇത് ചില സാഹചര്യത്തിൽ അവർക്കത് മനസ്സിലായിട്ടുണ്ടാവില്ല. ആ ഒരു വില ഇപ്പോഴാണ് അവർ ശരിക്കും തിരിച്ചറിയുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തി എൻഗേജ്മെൻറ്റ് റിങ് എന്നാണ്, അതായത് ഒരു നിങ്ങളുടെ കാര്യത്തിലൊരു ഇതെല്ലാവർക്കും ഉള്ളതല്ല, എന്നാലും കുറച്ച് പേരുടെ വ്യക്തി ഒരു ഗിഫ്റ്റ് അവരുടെ കയ്യിൽ നിങ്ങൾക്കിടാനുള്ള ഒരു മോതിരം, നിങ്ങൾക്ക് എൻഗേജ്മെൻറ്റ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമൊത്തുള്ള ഒരു എൻഗേജ്മെൻറ്റ് അവർ മോതിരം പോലും കരുതി വെച്ചതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി, അത് എല്ലാവർക്കും ഉള്ളതല്ല, കുറച്ച് പേർക്ക് മാത്രമാണ്. ആ മോതിരം നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളോ ആരെങ്കിലും ഒരാൾ ഈ ഒരു സമയത്ത് ആ എൻഗേജ്മെൻറ്റ്, ഈ സെപ്പറേഷൻ പീരീഡിൽ അത് നിങ്ങളുടെ കയ്യിലുണ്ട്, ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾ കൊടുത്തതായിരിക്കാം, ചില സാഹചര്യത്തിൽ നിങ്ങൾ അങ്ങോട്ട് കൊടുത്തതായിരിക്കാം, അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചതായിരിക്കാം. അവരുടെ സ്വപ്നമാണ് നിങ്ങളുമൊത്തുള്ള ഒരു എൻഗേജ്മെൻറ്റ്. ആ ഒരു സമയത്തുള്ള ഇതൊക്കെ ഒരു സ്വപ്നമായിട്ടാണ് ഇവിടെ കാണുന്നത്.
പക്ഷേ നിങ്ങൾക്കിടയിൽ ഒരു നല്ല രീതിയിലൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. പുറകിൽ നിന്ന് നിങ്ങളെ കുത്തി നോവിക്കാനായിട്ട് വന്ന തേർഡ് പാർട്ടിയാണ് ഇവിടെ എടുത്ത് കാണിക്കുന്നത്. നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ശക്തമായ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടാണ്. നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഇത് നിങ്ങളെ തമ്മിൽ അകറ്റാനായിട്ട് തന്നെയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ്. ഈ തേർഡ് പാർട്ടി നിങ്ങളെ തമ്മിൽ ശരിക്കും അകറ്റാനായിട്ട് നോക്കുന്നതാണ്. പരസ്പരം സ്നേഹം ഉണ്ടായിട്ടും അകന്നിരിക്കേണ്ട ഒരു അവസ്ഥയിൽ ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം തേർഡ് പാർട്ടി തന്നെയാണെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഇപ്പോൾ ആൾ നിങ്ങളെ നല്ല രീതിയിൽ ചേസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു സമയത്ത് അവർക്ക് എന്താ പറയുക, ഇപ്പോൾ ബട്ടർഫ്ലൈസിനൊക്കെ കാണുന്ന സമയത്തൊക്കെ നിങ്ങളെ ഭയങ്കരമായിട്ട് ആൾ നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ കുറച്ചൊക്കെ ഒരു റണ്ണർ എനർജിയിലായിരിക്കാം നിങ്ങളുള്ളത്. അതായത് നിങ്ങളിപ്പോൾ വലിയ രീതിയിൽ അങ്ങോട്ടേക്ക് പിടി കൊടുക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ടാവും. അവർ നിങ്ങളെ ചേസ് ചെയ്യുന്ന സമയമായിട്ടും കാണുന്നുണ്ട്. ആ സമയം തൊട്ട് നിങ്ങൾ വലിയ രീതിയിൽ അങ്ങോട്ടേക്ക് നിങ്ങൾക്കതൊരു എന്തൊക്കെയോ ഈ ഒരു സെപ്പറേഷൻ കൊണ്ട്, അല്ലെങ്കിൽ ഇതൊരു നീണ്ട സെപ്പറേഷൻ ആയതുകൊണ്ടായിരിക്കാം, കുറച്ച് നീണ്ടുപോയൊരു മാസങ്ങളോളം നീണ്ടുപോയത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് അങ്ങോട്ട് ചെല്ലാനൊരു മടി. കാരണം നിങ്ങൾ അങ്ങോട്ട് ചേസ് ചെയ്യുന്നില്ല, എന്നാൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചേസ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾ റണ്ണർ എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ അവർ നിങ്ങളിലേക്ക് അടുക്കും തോറും നിങ്ങൾ അവരിൽ നിന്നും ഓടാനാണ് ശ്രമിക്കുന്നത്. ഇത് ചില സാഹചര്യത്തിൽ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആകാനുള്ള സാധ്യതയുണ്ട്. അതിൽ കുറച്ച് പേർക്ക് ഇതൊരു സോൾമേറ്റ് എനർജി ആയിരിക്കാം. ഇവിടെ നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ അവർ എടുത്ത തീരുമാനമാണ് ശരി. ഇപ്പോഴാണ് അവർക്ക് ശരിക്കും മനസ്സിലായത് നിങ്ങളായിരുന്നു ശരി. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് തരണം ചെയ്ത് അവർക്ക് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി തന്നെയാണ് അവരുടെ ഇപ്പോഴത്തെ ശ്രമം. ഇനി കുറച്ച് ക്ലാരിഫിക്കേഷൻ കാർഡ്സ് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വ്യക്തിയുടെ ഇങ്ങനെ ആകാൻ കാരണം ഇവിടെ മെയിൻ നിങ്ങളുടെ വ്യക്തി പലപ്പോഴും നിങ്ങൾക്ക് പരിഗണന തരാത്തതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. പലപ്പോഴും നിങ്ങളുടെ വാക്ക് പാലിക്കാത്തതായിട്ട്, നിങ്ങൾക്ക് പരിഗണന തരാത്തതായിട്ട്, നിങ്ങളെ വലിയ രീതിയിൽ ശ്രദ്ധിക്കാത്തതായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് അവർ നിങ്ങളെ മുമ്പിൽ നിന്ന് തരാതെ നിങ്ങളെ ഒരുമാതിരി വട്ടം കറക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. ഒരു തരം നിങ്ങളെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന രീതിയിലൊക്കെ പോയിട്ടുണ്ട് ഈ കണക്ഷൻ. അതായത് നിങ്ങൾക്ക് വേണ്ട പരിഗണന, സ്നേഹം അതൊക്കെ ആവശ്യമുള്ള സമയത്തൊന്നും ഈ വ്യക്തി നിങ്ങൾക്ക് തന്നില്ല എന്നൊക്കെയാണ് ഇവിടെ കാണുന്നത്. ആ സമയത്തൊക്കെ ഇവർ നിങ്ങളിൽ നിന്നും അകലാൻ ശ്രമിച്ചതായിട്ട് കാണുന്നുണ്ട്. അതാണ് ഇതൊരു സെപ്പറേഷനിലേക്ക് പോകാൻ കാരണം അതായിരിക്കാം ചില സാഹചര്യത്തിൽ. ഇവിടെ വേൾഡ് കാർഡ്, അതായത് ഇതൊരു ലൈഫ് ലോങ് മുന്നോട്ട് പോകുന്ന ഒരു കണക്ഷൻ തന്നെയാണ് ഇത്. പക്ഷേ നമുക്ക് ആ കാർഡ്സ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. വേൾഡ്, അതായത് നിങ്ങളിപ്പോൾ ഉള്ളത് ആ ഒരു സെപ്പറേഷൻ കുറച്ച് സാധാരണ പെട്ടെന്ന് ഒരു മാസം 2 മാസം അല്ല ഈ ഒരു സെപ്പറേഷൻ. അതാണ് വേൾഡ് കാർഡ് റിവേഴ്സ് വന്നത്. അത് കുറച്ച് ലോങ്, അതായത് 1 വർഷത്തേക്ക്, ചില സാഹചര്യത്തിൽ 1-2 വർഷമായിട്ടുണ്ടാവാം. ചിലവർക്ക് ഇത് 6 മാസത്തിൽ കൂടുതൽ ഉള്ള ഒരു സെപ്പറേഷനായിട്ട് കാണുന്നുണ്ട്. ഒരു 6 മാസം, ഒരു 1-2 മാസത്തിൽ കൂടുതൽ സെപ്പറേഷൻ ആയതുപോലെയാണ് കാർഡ്സ് കാണിക്കുന്നത് കേട്ടോ. കുറച്ച് നീണ്ട സെപ്പറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഇതൊരു ലൈഫ് ലോങ് ബന്ധം തന്നെയാണ്. ഇത് നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധം തന്നെയാണ്. അങ്ങനെ പെട്ടെന്ന് ഒഴിവായി പോകുന്ന ബന്ധമല്ല ഇത്. അതാണ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ ലവേഴ്സ് കാർഡാണ്. അത്രത്തോളം സ്നേഹമാണ് നിങ്ങൾക്ക്. കാരണം നിങ്ങൾക്ക് പരസ്പരം എന്ത് സെപ്പറേഷനാണെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്ന അൺകണ്ടീഷണലായിട്ട് തന്നെയാണ്. സെപ്പറേഷൻ പീരീഡിൽ പോലും നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഇവിടെ ഇതിലൊരു മാറ്റം വരുന്നു.
ഇനിയിപ്പോൾ ഈ ഒരു ഡെത്ത് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ വേദനാജനകമായ സിറ്റുവേഷനിൽ ഒരു നല്ലൊരു മാറ്റം വരുന്നു എന്ന് തന്നെയാണ് കാർഡ്സ് കാണിക്കുന്നത്. ഒരു റീബർത്ത് ഉണ്ടാകാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു സെപ്പറേഷൻ മാറിക്കിട്ടും. ഇതിലൊരു ന്യൂ ബിഗിനിങ് വരുന്നുണ്ട്. ഇതിലൊരു റിയൂണിയൻ വരുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ വീണ്ടും റീകൺസിലേഷനൊക്കെ പോസിബിളായിട്ട് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ നിങ്ങൾക്കിടയിൽ ഫിനാൻസിൻ്റെയൊക്കെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉള്ളതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഒരു ഫിനാൻഷ്യലും തേർഡ് പാർട്ടി ആയിട്ട് വരാം. അതായത് നിങ്ങൾക്കിടയിൽ ഫിനാൻസ് ഒരു തേർഡ് പാർട്ടി ആയിട്ട് വരാം. അപ്പോൾ അതും ഇവിടെ കുറച്ച് പേർക്കൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. എന്തൊക്കെയോ ഒരു തകർന്ന ഒരു അവസ്ഥയിലൊക്കെ പോയിട്ടുണ്ട്. ഒരു ഫിനാൻസിൻ്റെ എല്ലാം ഒരു ബുദ്ധിമുട്ടിൽ നിങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞതായിട്ടും ഇവിടെ കുറച്ച് പേർക്ക് അങ്ങനെ കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് മറ്റ് സിറ്റുവേഷൻ വഴി മൂന്നാമതൊരു വ്യക്തിക്ക് തന്നെ തേർഡ് പാർട്ടി ആയിട്ടും കാണുന്നുണ്ട്. അത് വ്യക്തിയാവാം, മറ്റ് ഫാമിലിയിൽ ആരെങ്കിലുമൊക്കെ ആകാം. അങ്ങനെ എന്തും ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തി നിങ്ങളെ നേടിയെടുക്കും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും എന്ത് സിറ്റുവേഷൻ ആയാലും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും. കാരണം അവരുടെ മനസ്സിൽ നിങ്ങൾക്കാണ് സ്ഥാനം. ഇപ്പോൾ അവരുടെ മനസ്സിലുള്ളത് നിങ്ങൾക്ക് തന്നെയാണ് സ്ഥാനം. അവർ എങ്ങനെയായാലും, എന്ത് സെപ്പറേഷൻ ആയാലും, എന്ത് ലോങ് സെപ്പറേഷൻ ആയാലും ശരി, അവർക്ക് നിങ്ങളെ വേണം. അതിനായിട്ട് അവർ മുന്നോട്ട് വരും എന്ന് തന്നെയാണ് കാർഡ്സ് കാണിക്കുന്നത്. നമുക്കിതിൽ നിന്നും കുറച്ച് കാർഡ്സ് എടുത്തു നോക്കാം എന്താണെന്നുള്ളത്. തീർച്ചയായിട്ടും ഏസ് ഓഫ് വാൺസ് ആണ്. ഇതിനൊരു പുതിയൊരു തുടക്കം ഉണ്ടാകും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ കണക്ഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും എന്ന് തന്നെയാണ് നമുക്കിവിടെ. പുതിയൊരു തുടക്കം കുറിക്കും, അല്ലെങ്കിൽ ഇതിനൊരു നിങ്ങൾ ഒന്നിനെ തുടങ്ങും. ഇങ്ങനെയാണ് നിങ്ങളുടെ വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ചേഞ്ച് വരും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഇതിലൊരു നല്ല മാറ്റം വരും. തീർച്ചയായിട്ടും ജസ്റ്റിസാണ് കിട്ടിയിരിക്കുന്നത്. നീതി ലഭിക്കും, നിങ്ങൾക്ക് നീതി ലഭിക്കും. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന് നീതി ലഭിക്കും. യൂണിവേഴ്സിൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവും. എന്തൊക്കെ സാഹചര്യം ആയാലും ശരി, നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ബോട്ടം ഓഫ് ദി മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിരിക്കുന്നത് തന്നെ സക്സസ് ആണ് കേട്ടോ. ഇതിലൊരു സക്സസ് വരുന്ന, നിങ്ങളുടെ ഈ കണക്ഷനിൽ സക്സസ് ആണ് വന്നിരിക്കുന്നത്. വിജയം തന്നെയാണ്. നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഇനിയിപ്പോൾ നിങ്ങളാണ് നിങ്ങളുടെ വ്യക്തിയെ വേണ്ടാന്ന് വെച്ചാൽ പോലും ഈ ഒരു കണക്ഷൻ വീണ്ടും ഒന്ന് ചേരും എന്ന് തന്നെയാണ് കാണുന്നത്. അത് ശരിയാകും. പിന്നെ നിങ്ങളുടെ മനസ്സും മാറാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. കാരണം നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും വീണ്ടും കൂടി ചേരും എന്ന് തന്നെയാണ് കാണുന്നത്. എങ്ങനെയായാലും ഇപ്പം നിങ്ങളുടെ വ്യക്തിയായാലും നിങ്ങളായാലും ഇനി ഈ ഒരു സെപ്പറേഷൻ കൊണ്ട് തീർത്തും അകന്നിരിക്കുന്നവരാണെങ്കിൽ അത് ശരിയായി വരുന്നു എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. ആ ഒരു നമുക്ക് കാണാം. നമുക്ക് പിന്നെ വന്നിരിക്കുന്നതൊക്കെ 10 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. ആ ഒരു നിങ്ങൾ ചില സാഹചര്യത്തിൽ നിങ്ങളുടെ വ്യക്തി ഫാമിലി പോലെ കാണുന്നതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ കപ്പിൾസ് ആയാലും, ഇനിയിപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉള്ളവരായാലും നിങ്ങളെ സ്വന്തം ഫാമിലി ആയിട്ടാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങൾ ഒരിക്കലും ഇട്ടെറിഞ്ഞു പോകാൻ സാധിക്കില്ല. നിങ്ങൾക്കായാലും അങ്ങനെ തന്നെയാണ് എന്നാണ് കാർഡ്സ് കാണിക്കുന്നത്. നിങ്ങൾക്കായാലും നിങ്ങൾ എത്രയൊക്കെ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും കുറച്ചൊക്കെ മാറി നിൽക്കാൻ ശ്രമിക്കുകയാണെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ വ്യക്തി തന്നെയാണ് എന്നാണ് കാർഡ്സ് കാണിക്കുന്നത്. ഇത് എത്ര പേർക്ക് ഇത് കണക്റ്റ് ആവുമെന്ന് അറിയില്ല. എങ്കിലും നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലും പരസ്പരം നിങ്ങൾക്ക് നിങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നാണ് കാർഡ്സ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ബന്ധം ശരിയായി വരും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. നമുക്ക് കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം എന്തായാലും. പാലക്കാട് ഫെബ്രുവരി, ലെറ്റർ ഇ ആണ്. രോഹിണി, ചോതി മാർച്ച് മാസം, മകം സോഷ്യൽ വർക്കറായിരിക്കാം, ഗൾഫ് രാജ്യം, ലെറ്റർ ഐ, ഭരണി പിങ്ക് കളർ, തിരുവാതിര
ബ്ലൂ കളർ അശ്വതി, ജൂൺ മാസം, W, മൂലം, ലെറ്റർ H, ലെറ്റർ A, എറണാകുളം, ലെറ്റർ U ആണ്, പർപ്പിൾ കളർ, ലോയർ ആയിരിക്കാം, ലെറ്റർ P, പൂരുരുട്ടാതി, ചിത്തിര, M, ലെറ്റർ M, ഉത്രം, ലെറ്റർ Z, 24, കോട്ടയം, 26, 49, 41 ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു റീഡിങ്ങിലേക്ക് വീണ്ടും കാണാം. താങ്ക്